ഇത് കുറെ കാലം ഇത് തുടങ്ങിയിട്ട് ഒരുപാട് എക്സാമുകൾ എഴുതി ഫെയിലിയേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നപ്പോൾ അതിനോട് യൂസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പഠിക്കാൻ ഇഷ്ടമായിരുന്നു, അടുക്കള ഇരുന്നിട്ടായിരുന്നു പഠനം മുഴുവൻ. സിലബസ് അടിമുടി കവർ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ അല്ലായിരുന്നു എൻ്റെത്. ഏത് കോച്ചിങ് സെന്ററിൽ പോയാലും കുറെ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഇടാന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ക്വസ്റ്റ്യൻ ഒരിക്കലും റിയൽ എക്സാമിൽ എക്സ്പെക്ട് ചെയ്യരുത്. ഇതുപോലെ KS മെൻറ്റർ വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റേഴ്സ് തന്നെയാണ്. ആ രീതിയിൽ പറയുന്ന സമയത്ത് നല്ലൊരു നെറ്റ്സ് പ്രാക്ടീസ് തന്നെയാണ് കിട്ടിയത്. അത് ഇവിടെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റ് വരൂല. അത് താനെ നമ്മൾ കുത്തുന്നത് കറക്റ്റ് കാര്യമായിരിക്കും. ടൈം മാനേജ്മെന്റ് വളരെയധികം നമ്മളെ ഉള്ളിൽ ആ ഒരു ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വാച്ചിലും നോക്കാതെ തന്നെ താനെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യുന്നത് ഈ മോക്ക് ടെസ്റ്റ് വഴിയാണ്. സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, റിയൽ എക്സാമിൽ വരുന്ന സമയത്ത് സമയം ബാക്കി വരും. സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫാമിലി എന്നുള്ള സപ്പോർട്ട്, ഇവിടെയുള്ള ടീച്ചേഴ്സ്, കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇതിലും എനിക്ക് തോന്നുന്നത് KS മെൻറ്ററിലെ ആ ഒരു ജേർണി വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടുത്തെ റീഡിംഗ് റൂം, ഈ റീഡിംഗ് റൂം ഞാൻ മാക്സിമം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു അടുക്കള ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞാണ് ആത്മജിന്റെ അടുക്കള എന്നായിരുന്നു അവിടെ അറിയപ്പെട്ടിരുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് അവിടെ വരുന്ന സമയത്തൊക്കെ ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. അവർക്ക് ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോൾ അവർ മടിച്ചിട്ട് ഞാൻ പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവർ ഒഴിവായി തന്നിട്ടുണ്ട്. എനിക്ക് യാതൊരു റാങ്കിന്റെ എക്സ്പെക്ടേഷനും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും അവർ എന്നിൽ നന്നായിട്ട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം മുതലാണ് ആദ്യമായിട്ട് KS മെൻറ്ററിൽ ഞാൻ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് വേണ്ടി പഠിക്കാന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ ഞാൻ കൺവിൻസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു പഠനം. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള വേറെ ബേർഡൻ, എക്സാം എങ്ങനെയാവും എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പേടി അങ്ങനെയൊന്നുമില്ല. ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അതായത് ഈ ടോപ്പിക് കുറച്ച് ടഫാണ് തോന്നുകയാണെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ അതെന്ന് പറഞ്ഞാൽ സിലബസ് ഓറിയന്റഡ് ആണെന്ന് ചോദിച്ചാൽ അല്ലായിരിക്കും. പക്ഷേ അത് ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മളെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാവും. അച്ഛനൊക്കെ എപ്പോഴും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല കാര്യങ്ങൾ ഇങ്ങനെ പറയാനും, അമ്മയും അതേപോലെ തന്നെ ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ അവർ യൂട്യൂബ് ഇതൊക്കെ വന്നതുകൊണ്ട് ഇതിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഞാൻ അറിയുന്നതിനെക്കാളും മുന്നേ ഒക്കെ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരാണ് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി സപ്പോർട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നത്. നമ്മൾ എക്സാം എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലേ വന്ന് കൊടുക്കുന്ന ഒരു പേടിന്റെയോ അങ്ങനെ ചെറിയ ഫാക്ടർ ഇതൊക്കെ ചെറുതായിട്ട് കാണാൻ പഠിച്ചു കുറെ കാലത്തെ നീണ്ട ഈ ഒരു എക്സ്പീരിയൻസിൽ. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള യൂട്യൂബ് സീരീസ് ഞാൻ ഒരുപാട് പേർക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് നന്നായി ബിൽഡ്. എനിക്ക് കുറച്ച് കാണാൻ പറ്റാത്തതിലുള്ള ഒരു പ്രശ്നമുള്ളൂ. അത് അത്രയധികം യൂസ്ഫുൾ ആയിരുന്നു. ഇതുമായിട്ട് എത്രത്തോളം നമ്മളെ എക്സാമിനോട് അടുപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബിൽ ചെയ്തിട്ടുള്ള സീരീസ്. UPSCന്റെ ക്വസ്റ്റ്യൻസ് PSCന്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ PSC പാറ്റേണിന് കുറച്ചും കൂടെ കൂടിയിട്ടും എന്നാലും UPSCയിൽ താഴെ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ UPSCന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. അതേപോലെ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റെഫർ ചെയ്യണം. അപ്പൊ കടുപ്പുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി മെയിൻസ് പരീക്ഷയിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിൽ ജോഗ്രഫി ഒക്കെ കുറച്ച് എനിക്ക് തോന്നുന്നത് അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വെയിറ്റേജ് കുറവുള്ള സ്ഥലങ്ങളാണ്. അതായത് ബയോളജീൻ്റെ അകത്ത് വരുന്ന ഈ സുവോളജി, ബോട്ടണി അതുപോലത്തെ ഏരിയാസ് ഒക്കെ അത് പൊതുവെ ആരും അത്രയ്ക്ക് അതായത് നമ്മൾ ആ വെയിറ്റേജും ശ്രദ്ധിക്കുമ്പോൾ അത് അത്ര കാര്യമാക്കാറില്ല. ജോഗ്രഫി കുറച്ച് പ്രയാസമാണ്. അതായത് അതിനെ കുറച്ചും കൂടെ ഒരു ഫിഗർ ഒക്കെ ഓറിയന്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഇതുണ്ട്. യൂട്യൂബിൽ ചെയ്ത ക്ലാസ് ഒക്കെ നല്ല പണ്ടത്തെ പോലെ ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് വിഷ്വൽസ് വെച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ശരിക്കും അത് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും. സ്വന്തമായിട്ട് രീതി അവലംബിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് അത് വളരെ കുറച്ച് മാസം കൊണ്ട് കഴിയും, ചിലർക്ക് ചിലപ്പോൾ ഒരു വർഷം എടുക്കും, ചിലപ്പോൾ 2 വർഷം എടുക്കും. അത് എത്തുന്നത് വരെ അതിനൊന്ന് വെയിറ്റ് ചെയ്യുക. അതായത് കുറച്ച് പേഷ്യൻസ് ഉണ്ടാവുക. അത് എത്ര തന്നെ ആര് പറയുന്നത് കേട്ടാലും അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ എക്സ്പീരിയൻസ് കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി അതാണ് എന്തായാലും വർക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. അതിൽ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുക. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഓരോ പ്രാവശ്യം തോൽക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഭാവിയിലേക്ക് നല്ലൊരു കരുത്ത് എന്തായാലും തരും. സൊസൈറ്റി ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അതിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്, എന്തൊക്കെയോ സിസ്റ്റത്തിൽ പാളിച്ചകളുണ്ട്. ഇതുമായിട്ട് ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള അങ്ങനെ ഒരു കാഴ്ചപ്പാട് ചെറുപ്പത്തിലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നേരത്തെ തന്നെ എല്ലാവരും മൊബൈൽ വഴിയും കമ്പ്യൂട്ടർ വഴിയും ഒക്കെ എക്സ്പോസ്ഡ് ആവാണ്. നേരത്തെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന അത് കണ്ടിട്ടാണ് പലരും അങ്ങനെ ഒരു പോക്ക്. അതേപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ലെവലിലേക്ക് എത്തി. അപ്പൊ അതിലൂടെ ക്വാളിറ്റി ആയിട്ടുള്ള കുറെ ആൾക്കാർ സർവീസിലേക്ക് വരുന്നു. അത് മൊത്തം സിസ്റ്റത്തിലേക്ക് അതൊരു ഗുണമാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചേഞ്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായാൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാക്കുക. അതാണ് അതിൽ വേണ്ടത്. KS മെൻറ്റർ ഉള്ളപ്പോൾ സർക്കാർ ജോലിക്കായി ഇനി കാലങ്ങൾ കാത്തിരിക്കേണ്ട.